ഹായ് ഹലോ വിബു സ്വൈപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും ഇന്നലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത്രമാത്രം സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ 1K സബ്സ്ക്രൈബർ ആകാൻ സാധിച്ചത്. ഇപ്പം അതിന് പിന്നിൽ എൻ്റെ ഒരു എഫേർട്ട് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനതിന് എല്ലാവരോടും താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2022 പ്രഗ്നൻ്റ് ആയിരുന്ന 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഹസ്ബൻഡ് എന്നോട് പറയുന്നത്, നീ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു റീൽസ്, ഞാൻ തുടക്കത്തിൽ ടിക്ടോക്കൊക്കെ ചെയ്യുമായിരുന്നു, അതിനുശേഷം റീൽസ് ചെയ്തു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ ചെയ്യുന്ന റീൽസൊക്കെ എന്തുകൊണ്ട് നിനക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൂടാ. അപ്പോൾ എനിക്കത് ചെറിയൊരു ഭയപ്പാടാണ് തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കത് ഞാനിടുന്ന റീൽസൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമാവുമോ എന്നുള്ളൊരു ചെറിയൊരു ഭയപ്പാട് എനിക്കുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പം ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് 5 സബ്സ്ക്രൈബേഴ്സാണ് ആദ്യം കിട്ടിയത് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു അനക്കവേ ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പതിയെ അത് 100 200 അതിനുശേഷം എൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ഡിലേ വന്നു, വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം കുഞ്ഞിനൊരു 4 മാസമായ ശേഷം ഞാൻ വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോഴേക്ക് വീണ്ടും സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി തുടങ്ങി. അങ്ങനെ പതിയെ ഒരു 500 എത്തിയപ്പോഴേക്കും പിന്നെ യാതൊരു വിധത്തിലുള്ള ഒരു അനക്കവും ഇല്ലാണ്ടായി. സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നുണ്ടായിരുന്നില്ല. വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് വ്യൂ ചെയ്യുന്നവരുണ്ട്, ലൈക്ക് ചെയ്യുന്നവരുണ്ട്, കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പിന്നിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരെന്ന് പറയുന്നത്, ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡാണ്, അതിനുശേഷം എൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ ബ്രദറ്, ചേട്ടത്തി. ബ്രദറും ചേട്ടത്തിക്കൊക്കെ സമയമില്ലെങ്കിൽ പോലും മോളാണ് മണിക്കുട്ടി, അവൾ കയറി വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫുള്ളായിട്ടിരുന്ന വീഡിയോസൊക്കെ കാണും. അങ്ങനെ ഒരു സപ്പോർട്ടറും കൂടിയാണ് അവൾ. പിന്നെ അതിനുശേഷം എന്നെ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്സുകൾ ഒത്തിരി പേരുണ്ട്. വീഡിയോ എടുക്കാനായാലും എല്ലാ സൺഡേയ്സിലും വന്ന് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സുകൾ കുറച്ച് പേരുണ്ട് കേട്ടോ. നീരജ്, നന്ദു, വിനു, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഫുൾ ടൈം ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു, എന്നെ ഹസ്ബൻഡിനെയും. അപ്പോൾ പിന്നെ പോരാത്തതിന് എൻ്റെ കുഞ്ഞമ്മ, പുള്ളിക്കാരിക്കും യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരിയുടേതായിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അബ്രോഡുള്ള കുറച്ച് ഫ്രണ്ട്സുണ്ട്, അവരെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, കമൻറ്റ് ലൈക്കൊക്കെ ചെയ്ത്. പിന്നെ അവർക്കറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോ മാത്രം എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്താൽ മതി, ബാക്കി ലൈക്ക്, കമൻറ്റ്സ്, പിന്നെ ആ ഫുൾ വീഡിയോസ് ഇരുന്ന് കാണുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പേരുണ്ട്. അതായത് എൻ്റെ നാത്തൂൻ, ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് രഞ്ജിനി. അവൾ എന്നെ ഒരുപാട്, എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പുള്ളിക്കാരി എന്തെങ്കിലും ചെറിയൊരു ബിസി ആയി പോകുന്നെങ്കിൽ മാത്രമേ ഒരു ഡിലേ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് ചെയ്ത് എൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ടറാണ്. എൻ്റെ 2 നാത്തൂന്മാരും എനിക്ക് ഭയങ്കര സപ്പോർട്ടറാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ വൈഫായാലും ഹസ്ബൻഡിൻ്റെ പെങ്ങളായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു യൂട്യൂബർക്കായാലും അല്ലാന്നുണ്ടെങ്കിൽ ആർക്കായാലും നമുക്ക് ഒരു ഫീൽഡിലോട്ട് മുന്നേറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബാക്ക് ബോണായിട്ട് നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. പിന്നെ ഫ്രണ്ട്സുകൾ, ഇത് രണ്ടും നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നേറാൻ സാധിക്കും. ഒത്തിരി പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിന് പിന്നിൽ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാ ഫ്രണ്ട്സുകളായാലും റിലേറ്റീവ്സിനായാലും ഒക്കെ ഞാൻ ഈ സിറ്റുവേഷനിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാവരെയും ഓർക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ എന്നെ തുടർന്നും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിനിടയിൽ ഒരുപാട് പേര് പിന്നോട്ട് ഈ വീഡിയോസൊന്നും ഇടാതെ ആക്കാനും പിന്നെ പരിഹാസത്തിനൊക്കെ കുറേ പേര് ഇടയായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു തരത്തിലല്ലേ എൻകറേജ് ചെയ്യിപ്പിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, അവർ ഓരോ തവണ പരിഹസിക്കുമ്പോഴും കുറച്ചും കൂടി മുന്നേറണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം തുടർന്ന് ഇനിയായാലും ഞാൻ വീഡിയോസൊക്കെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ, എന്തെങ്കിലും വയ്യായികയോ, കുഞ്ഞിനെന്തെങ്കിലും വയ്യായികയോ, എനിക്കെന്തെങ്കിലും വയ്യായികയോ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും
ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഷോർട്സ് ആയിട്ടായാലും വീഡിയോസ് ആയിട്ടായാലും ഞങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് തുടർന്നും ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.